ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു സർബത്തിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് തണുപ്പത്താണെങ്കിലും കുടിക്കാൻ ടേസ്റ്റാണ്, ചൂടത്താണെങ്കിലും ടേസ്റ്റാണ്. ദാഹവും മാറും ഒക്കെ മാറും. നമുക്ക് ജിഞ്ചർ ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് തൊണ്ടയ്ക്ക് പ്രശ്നങ്ങളില്ല. നമ്മൾ തണുപ്പിൻ്റെയൊക്കെ പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ തണുപ്പൊന്ന് മാറ്റിയിട്ട് കുടിച്ചാൽ മതി കേട്ടോ. ചൂട് കാലത്താണെങ്കിൽ നല്ല ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് ഞാനൊരു ഗ്ലാസ് കുടിച്ച് നോക്കട്ടെ കേട്ടോ. അടിപൊളി ടേസ്റ്റ് കേട്ടോ. നല്ല എരിവുണ്ട്, പുളിയും മധുരം. മാഷാ അല്ലാ. ഇത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കൊച്ചു കുട്ടികൾക്ക് പോലും നല്ലതാണ്. അവർക്ക് തണുപ്പൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കും. തണുപ്പ് വേണ്ടാത്തവർക്ക് തണുപ്പൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഗ്ലാസ് ഒന്ന് നോക്ക്, എന്ത് രസമല്ല, നല്ല ക്യൂട്ട് ഗ്ലാസ്. എനിക്ക് ഇങ്ങനത്തെ ജ്യൂസർ ഗ്ലാസ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ എവിടെ കണ്ടാലും വാങ്ങിക്കും. അപ്പോൾ ഞാനിതൊന്ന് ഒഴിച്ച് നോക്കാനായിട്ട്, അതിൻ്റെ ഭംഗിയൊന്ന് കാണാനായിട്ട് എടുത്താണ്. അതും അടിപൊളി ടേസ്റ്റാട്ടോ. ഒന്നിന് കുറച്ച് മധുരം കുറച്ചിട്ടും ഒന്നിന് മധുരം കൂട്ടിയിട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ നാരങ്ങയും ഇഞ്ചിയൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കാൻ എളുപ്പമായിട്ടുള്ള ഒരു പഞ്ചസാര സിറപ്പൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. ഞാൻ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റിക്വസ്റ്റാണ്. മകൻ്റെ കല്യാണമായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ സർബത്തിൻ്റെ കാര്യം പറഞ്ഞു. എന്നാൽ വേഗം നീട്ടിട്ടീന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് വേഗം ഉണ്ടാക്കിയത്. എൻ്റെ കോഴിക്കോടുള്ള എൻ്റെ മദ്രസയിലും സ്കൂളിലും ഒന്നിച്ച് പഠിച്ച എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ 1 കിലോ പഞ്ചസാരക്ക് ഇട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 1 കിലോ പഞ്ചസാരയാണ് ഞാൻ അതിൻ്റെ അളവ് വെച്ചിട്ടാണ് പറയുന്നത്. കണ്ടില്ലേ, ഞാനൊരു പാത്രത്തിലേക്ക് നല്ലൊരു ഇതുപോലുള്ളൊരു പാത്രത്തിലേക്ക് ഞാൻ 1 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 കിലോ പഞ്ചസാരയ്ക്ക് 1 ലിറ്റർ വെള്ളം കേട്ടോ. 1.5 ലിറ്ററിൻ്റെ ബോട്ടിലാണിത്. ഞാൻ 1 ലിറ്ററാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് 1 ലിറ്റർ ഒരു കിലോ പഞ്ചസാരയോ നിങ്ങൾക്ക് 2 കിലോയോ 3, 5 കിലോ പഞ്ചസാരയ്ക്ക് ഉണ്ടാക്കാം കേട്ടോ. അത് നിങ്ങൾ നാരങ്ങയൊക്കെ ചേർത്ത് അതിനനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി. ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണ്ടേ. കണ്ടില്ലേ, ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിതാ ഇത്രയും വലുപ്പമുള്ള 4 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടാൽ ഇങ്ങനെ ഉള്ളെങ്കിലും 200 ഗ്രാമാണ് കേട്ടോ. അത് ഇതിൻ്റെ വെയിറ്റ് വന്നിട്ട് 200 ഗ്രാമാണേ. നല്ല നീരും ഒക്കെ ഉള്ള ഒരു ഇഞ്ചിയാണിത്. ഞാൻ എടുത്തത് നമുക്ക് നാരങ്ങയാണ് കേട്ടോ, ലെമണാണ്. കണ്ടില്ലേ, ഞാൻ അതുപോലുള്ള നാരങ്ങ ഇത്ര എടുത്തിട്ട്, നമുക്ക് നാരങ്ങയുടെ അളവല്ല വേണ്ടത്, അതിൻ്റെ നീരില്ലേ അത് സ്ക്യൂസ് ചെയ്ത് കിട്ടുന്ന അതിൻ്റെ നീരിൻ്റെ അളവാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ചിലപ്പോൾ 5, 6 നാരങ്ങയൊക്കെ മതിയായിരിക്കും. നന്നായിട്ട് നീരുള്ളതായിരിക്കും. ഇതിപ്പോൾ എനിക്ക് ചെറുതൊക്കെ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇഞ്ചി നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഒരുപാട് വെള്ളമല്ല, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നാലാണ് മിക്സിയിൽ ഒന്നും കൂടി ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ആക്കിക്കോളൂ കേട്ടോ. അപ്പം പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും ചെയ്യും. അപ്പം നമ്മൾ ഇഞ്ചി ഫുള്ളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിത് ഇടയ്ക്കതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പഞ്ചസാര മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 4 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ആദ്യമൊക്കെ ഒന്ന് ഫുള്ളിൽ ഇട്ട് ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ഒന്ന് കുറച്ചിടണേ. തീരെ സിമ്മിലല്ല എന്നാലും. അപ്പോൾ നമുക്കിവിടെ ഒരു വശത്ത് പണി നടക്കും ചെയ്യും, കാര്യങ്ങൾ നടക്കും. ഈ ചെറുനാരങ്ങയാണല്ലോ, ഒരു തുണി ഇട്ടിട്ട് നമ്മുടെ കൈ കൊണ്ട്, നമ്മൾ ഉള്ളം കൈയില്ലേ അതുകൊണ്ട് ഇങ്ങനെ ഇട്ടൊന്ന് ഇങ്ങനെ ഉരുട്ടി കഴിഞ്ഞാലുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലുള്ള അരികളൊക്കെ പൊട്ടി വരും. നല്ല നീരും കിട്ടും. നമുക്ക് പിഴിഞ്ഞ് വേഗം നീര് കിട്ടാനുള്ള എളുപ്പ വഴിയാണ്. അപ്പോൾ ഒരു തുണി വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ തെന്നിപ്പോവില്ല. മറ്റേത് ഇതിൻ്റെ ഒരു ഓയിലുണ്ടാവും, ഈ ലെമണിൻ്റെ ഒരു ഓയിലുണ്ടല്ലോ, അതിങ്ങനെ വരുമ്പോൾ കൈ ഇങ്ങനെ തെന്നിപ്പോവും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതുപോലെ നീര് നന്നായിട്ട് എല്ലാം ഉടഞ്ഞ് വരും. മറ്റേന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പിടിച്ച് ഞെക്കിക്കൊണ്ട് അതിലിങ്ങനെ വെച്ചിങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം. അതാണ് ഭയങ്കര പാട്. ചെറിയ പിള്ളേർ, ഒരുവിധം പിള്ളേരൊക്കെ ആകുമ്പോൾ അതിലേക്ക് ചാടിപ്പോവും, പിന്നെ എടുക്കും. അപ്പോൾ ഒരു കയ്പ്പും ഒക്കെ ടേസ്റ്റൊക്കെ ആവും കേട്ടോ. ഇങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ആ തുണി ഒന്ന് മാറ്റിയിട്ട് ഇത് ചെയ്ത് നോക്കുക കേട്ടോ. കണ്ടില്ലേ, ഞാൻ അതൊന്ന് കാണിച്ചു തരുവാണേ. നമുക്ക് സാധാരണ കൗണ്ടർ ടോപ്പിലിട്ടും ചെയ്യാം. നമ്മളുടെ ഈ സിറപ്പില്ലേ അത് ഏകദേശമൊക്കെ ഒന്ന്
തിളച്ചൊരു 8 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടെ കൂട്ടി ഒരു 8 മിനിറ്റോളം ആയിട്ടുണ്ട്. തീയൊന്ന് കുറച്ചിട്ടേരെ. ഒരുപാട് അങ്ങോട്ട് മറ്റേ ഇതുപോലെ ഈ നൂൽ പരുവ അങ്ങനെ ഒന്നും ഉണ്ട്. എന്നാലും അത്യാവശ്യത അതുപോലെ ഒന്ന് ആയി കിട്ടണം കേട്ടോ. എന്നാലാണ് നമുക്ക് കുറച്ചൊഴിച്ചാൽ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് മറ്റേത് വെള്ളം പോലെ ആയി കഴിഞ്ഞാൽ ഒരുപാട് ഒഴിക്കേണ്ടിട്ട് അതൊരു ശ്രദ്ധിച്ചാൽ മതി. കണ്ടില്ലേ? അതുപോലെ ഒരു ആദ്യത്തൊക്കെ ഒരു നൂല് 1 2 നൂല് പരുവായാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോൾ ഇതായിട്ട് നമ്മൾ ഓഫ് ചെയ്യണം കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കുവാണേ. ഇനി അതവിടെ നിന്ന് ഇരിക്കട്ടെ. അതൊന്ന് ആ ചൂടും കൂടി തട്ടിയിട്ട് ഒന്നും കൂടി കുറുകും. അപ്പോൾ നമുക്ക് കറക്റ്റായിരിക്കും അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി ഇതാ ഞാൻ നാരങ്ങ ഒരെണ്ണം എടുത്ത് കണ്ടില്ലേ, മുറിച്ചപ്പോൾ കണ്ടില്ലേ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നീര് വന്നിരിക്കണം കണ്ടില്ലേ. അതാണ് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയുള്ള ഒരു ടിപ്പ് മാത്രമാണ് ഇതാ. അപ്പം നമ്മളിങ്ങനെ പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കുക കേട്ടോ. അതിൻ്റെ നീരെടുക്കുകയാണ്. ഇതിങ്ങനെ പിഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് തെന്നി പോകുമ്പോൾ നമ്മളിതാ ഈ ഉപ്പില്ലേ, ഉപ്പിൻ്റെ പൊടി അടുത്ത് വെച്ചിട്ട് നമ്മളതിന് തൊട്ടൊന്ന് ചെയ്യുവാണല്ലോ, കയ്യിൽ നിന്ന് തെന്നി പോകില്ല കേട്ടോ. നല്ല ഗ്രിപ്പോട് കൂടി നമുക്കത് പിഴിഞ്ഞ് അതിനെ ശരിക്കും കൂടെ വടിച്ചിങ്ങനെ എടുക്കാൻ രീതിയിലാവും. കാരണം നമ്മളെ കയ്യിൽ നിന്ന് സ്ലിപ്പാവില്ല കണ്ടില്ലേ. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു ഉപ്പിൻ്റെ അംശം കൂടി ആവശ്യമുണ്ട്. അപ്പോൾ 2-3 നാരങ്ങ വെള്ളം കലക്കുമ്പോൾ എപ്പോഴും ഒരു നുള്ള് ഉപ്പിടണം, നല്ലതാണ്. നമ്മളൊരു ഗ്ലൂക്കോസിൻ്റെ ഒരിത് കിട്ടും. കയ്യിൽ നിന്ന് തെന്നി വരുമ്പോഴത്തേക്കും അതൊന്ന് കൂട്ടി പിടിച്ചാൽ മതിയേ. കണ്ടോ, മൊത്തത്തിൽ ഇങ്ങനെ കിട്ടും കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ഈ നാരങ്ങ പിഴിഞ്ഞ ഈ ഒരു സംഭവമല്ലേ, ഇതുണ്ടെങ്കിൽ നമുക്ക് ഒന്നുമില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള നാരങ്ങ ഒന്ന് മുറിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ശരിക്കും ഇതാ ഒരിറ്റ് പോലും ഇല്ലാതെ ഒരല്ലി പോലും ഇല്ലാതെ നമുക്ക് ക്ലീനായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, മറ്റേ പോലെ ഒരു പ്രയാസം വേണ്ട. 2 പ്രാവശ്യം 2-3 പ്രാവശ്യം അതുപോലെ തിരിച്ചാൽ മതി, മൊത്തത്തിനെ വരും. നമ്മൾ ഓറഞ്ചൊക്കെ പിഴിഞ്ഞെടുക്കണ ഇതിലാണേ. ചെറിയ നാരങ്ങ ആയതുകൊണ്ട് കുറച്ച് പാടായിരിക്കും, പക്ഷെ വലിയ നാരങ്ങയാണെങ്കിൽ പെട്ടെന്ന് കിട്ടും. പിന്നെ മൊത്തം നമ്മളത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇഞ്ചി ഞാനിതാ ഇതുപോലെ കേട്ടോ, ഇതുപോലെ അരച്ചെടുക്കണം. ഇതുപോലെ അരച്ചെടുത്തിട്ട് കണ്ടില്ലേ, ഒരു തരി പോലും ഇല്ല കേട്ടോ. ഒരു തരി പോലും ഇല്ലാതെ നമ്മളിതുപോലെ നന്നായിട്ട് അരച്ച് എടുത്ത് നമ്മളത് കുറച്ച് വെള്ളത്തിൽ, ഒരുപാട് വെള്ളത്തിലല്ല, ഒരു കപ്പ് വെള്ളത്തിലൊക്കെ ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് അതിനെ അരിച്ചെടുക്കണം. അപ്പോൾ അതാ നമ്മളുടെ ചെറുനാരങ്ങ നീരും ഇഞ്ചി നീരും ഇതുപോലെ അരിച്ചെടുത്തേക്കുവാണ്. ചെറുനാരങ്ങയുടെ നീര് അരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ ഇതളുകളുണ്ടല്ലോ, കുഞ്ഞ് ഇതളുണ്ടാവും. അത് നമ്മൾ ആ അരിപ്പയിൽ വെച്ച് നമ്മളെ കൈയുടെ തമ്പ് ആ വിരൽ കൊണ്ട് ശരിക്കും ഒന്ന് ഉടച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ നീരൊക്കെ അങ്ങനെ പൊട്ടിയിട്ട് മൊത്തത്തിൽ നിങ്ങൾ അങ്ങനെ തന്നെ ഇട്ടുതരാം കേട്ടോ. അതിങ്ങനെ ചിന്നിക്കിടക്കണ കാണാൻ നല്ല രസമാണ്. ആ നാരങ്ങയുടെ ഇതളുകളില്ലേ, കുഞ്ഞ് പൊടി ഇതൾ, അത് ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാനിതൊന്ന് അളന്ന് കാണിച്ചു തരാം കേട്ടോ. 1 ലിറ്ററിലേക്ക് ഞാൻ എത്ര എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് 1.25 കപ്പാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ സിറപ്പ് ഫുള്ളായിട്ട് തണുത്ത് കഴിഞ്ഞു കേട്ടോ. റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് ഈ 2 സാധനം, അതായത് ഇഞ്ചി നീരും ചെറുനാരങ്ങ നീരും ഒരിക്കലും ചൂടോട് കൂടി ഒഴിച്ചു കൊടുത്താൽ അതിൻ്റെ കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും വരും. ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഞാൻ രണ്ടാമത് അതിൻ്റെ ഇതളൊക്കെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം വീണ്ടും ഞാൻ ഒന്നുകൂടി ഇതാക്കുവാണേ. കണ്ടോ, 1.25 കപ്പ് നല്ല പുളിയുണ്ട്. നല്ല പുളിയുള്ള നല്ല ഉറയൊക്കെ ഉണ്ടെന്ന് പറയില്ലേ, അങ്ങനെയുള്ളൊരു സംഭവം, അങ്ങനെ പറഞ്ഞേക്കാമല്ലോ. അപ്പോൾ നല്ല പുളിയുള്ള നാരങ്ങയാണിത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലും ചേർക്കാം കേട്ടോ. ഇത് കറക്റ്റാണ്. 1.25 കപ്പ്. ഇനിയിപ്പോൾ ഇഞ്ചിയുടെ അതൊരു 10-15 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഊറി വരും കേട്ടോ. അതിൻ്റെ ഒരു വെളുത്ത സംഭവം ഉണ്ടാവും, അതും നമ്മൾ അരിച്ചിട്ട് വേണം ഇടാൻ. കണ്ടോ, ഇത് വന്നിട്ട് 1.5 കപ്പുണ്ട്. കണ്ടോ, ഇങ്ങനെ അതും ഒഴിച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. നമുക്കിപ്പോൾ ഓൾറെഡി ഉപ്പിൻ്റെ ആവശ്യമില്ല, അത്യാവശ്യം ഉപ്പുണ്ട്. വേണമെന്ന് നോക്കിയിട്ട് ഒരു ടോട്ടൽ ഇതിലേക്കൊരു 1 ടീസ്പൂണൊക്കെ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതാണ്. ആ പുളിയും മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും ഒരു ഗ്ലൂക്കോസിൻ്റെ അങ്ങനെയാണ് കേട്ടോ പറയാറ്.
നമ്മളങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് ഉപ്പിട്ട് ചെയ്യുമ്പോൾ. കല്ലുപ്പാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. വേണ്ട ഞങ്ങളുടെ എല്ലാം ഉടഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഉടഞ്ഞു പോയിട്ടാണ് അപ്പോൾ അങ്ങനെ അത് നമ്മളിങ്ങനെ കുടിക്കുമ്പോൾ ഇങ്ങനെ തട്ടും നമ്മുടെ വായിൽ. നല്ലൊരു ടേസ്റ്റാണത്. അത് അരിച്ചിങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ കിടന്നോട്ടെ കേട്ടോ. വേണ്ട മൊത്തത്തിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കുടിച്ച് നോക്ക്, നല്ല ടേസ്റ്റാട്ടോ. നല്ല സിറപ്പിലല്ലേ പുളിയും എരിവും കൂടി കിടക്കണേ. ഇഞ്ചിയുടെ എരിവുള്ള ഇഞ്ചിയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഞാനിതാ ഇതുപോലെ കുപ്പിയിൽ അരിച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഫെനൽ വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ചതാ മറ്റേ അടുത്തുള്ള ഒരു ജാറില്ലേ അതിലും കൂടി ബാലൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് ഒന്നര ലിറ്ററിൻ്റെ അടുത്തായിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ ആദ്യം 1 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചത്, ബാക്കി രണ്ടും കൂടി ചേർന്ന് 1.5 ലിറ്റർ ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു ഗ്ലാസ്സിൽ പഞ്ചസാരയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുവാണേ. നിങ്ങളിതുപോലെ തന്നെ ഐസ് ക്യൂബ് എപ്പോഴും ഫ്രിഡ്ജിൽ റെഡിയാക്കി വയ്ക്കുക. പിന്നെ തണുത്ത വെള്ളം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ജ്യൂസർ ഗ്ലാസ് എടുക്കുക, ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഒന്നെങ്കിൽ നമ്മളുടെ കസ്കസില്ലേ അതോ അല്ലെങ്കിൽ ചിയാ സീഡോ ഏതെങ്കിലും ഒന്ന് സോക്ക് ചെയ്ത് വയ്ക്കുക. 2-3 ദിവസമൊക്കെ ഫ്രിഡ്ജിലിരിക്കും കേട്ടോ. ഞാനിതാ ചിയാ സീഡാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഞാനത് കുറച്ച് ഊറ്റി കൊടുക്കുവാണേ. നല്ല ടേസ്റ്റാണ്, നല്ല ഇതാണ്. നമുക്ക് എത്ര അസുഖമുള്ള ആൾക്കാർക്കാണ് ഇത് കുടിച്ച് കഴിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഐസൊന്നും ഇടണ്ടാന്നുള്ളൂ. സാധാരണ ചെറിയൊരു കൂളായിട്ടുള്ള വാട്ടറല്ലേ നമ്മുടെ കുപ്പിയിൽ അങ്ങനെയൊക്കെ ഇരിക്കണം, അങ്ങനത്തെ ഇതിൽ മാത്രം വെച്ചെടുത്താൽ മതി. ഐസ് ക്യൂബ്സ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഈ സിറപ്പൊന്ന് ഒഴിച്ചു കൊടുക്കുക. എല്ലാം ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇത് നമ്മൾ 2-3 കിലോ പഞ്ചസാരയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ പുളിക്ക് നിങ്ങൾ നാരങ്ങയും ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ഒരു വിഷമമില്ല, സ്ക്വാഷൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മക്കൾക്ക് ആവശ്യാനുസരണം എടുത്ത് ഊറ്റി കുടിക്കാം. നമ്മളിവിടെ എങ്ങനെയാണ് കേട്ടോ, ചൂട് സമയത്തും ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇഞ്ചി, കൊറോണ വന്നതിന് ശേഷം ഇഞ്ചി മസ്റ്റാട്ടോ. നമ്മൾ എന്ത് കാര്യത്തിന് ഇഞ്ചി യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളിത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ മാസലാമ.